യോശാന ഞായറിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരായിരിക്കും? ദൈവം എന്നെ പഠിപ്പിച്ചത് ആ കഴുതയാണ്. കാരണം കെട്ടപ്പെട്ടിരുന്ന കഴുതയെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് വിളിച്ചു അതിൻ്റെ മേൽ വസ്ത്രം ഇട്ട് യേശു ക്രിസ്തുവിനെ കയറ്റിയിരുത്തി. ആ കഴുതയെപ്പോലെയായിരുന്നു നമ്മൾ. ഒരിക്കൽ പാപത്തിൻ്റെ അടിമത്തനത്തിൽ ഒരു രക്ഷയുമില്ല, ഈ ലോകത്തെ നശിച്ചു പോകുമെന്ന് ചിന്തിച്ചിരുന്ന് നമ്മളെ തേടി ദൈവത്തിൻ്റെ വിളിയെത്തി. അവൻ്റെ രക്തത്താൽ നമ്മുടെ പാവങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ നീതി എന്നുള്ള അങ്കി നമ്മുടെ മേലിട്ട് അവൻ്റെ കൂടെയുള്ള കൂട്ടായ്മയിൽ നമ്മളെ ആക്കി ചേർത്ത രക്ഷയുടെ അനുഭവം എന്നുള്ള പുതിയ ജീവിതം നൽകി തന്നു. അതാണല്ലോ ഏറ്റവും അധികം സന്തോഷം. കാരണം ഈ യോശാനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ എല്ലാവരും സന്തോഷിച്ചു, ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്നാൽ ആ ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്ന പലരും യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുവിനെ വിട്ടിട്ട് പോയി. ചിലർ ഹോശാന എന്ന് പാടിയത് തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് പാടിയത്. അതുകൊണ്ട് അവരുടെ സന്തോഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളായിരുന്നു. ഏറ്റവും അധികം സന്തോഷിച്ചത് ആ കഴുതയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അവരൊരു പുതിയ ജീവിതം കിട്ടി. എന്നാൽ ആ പുതിയ ജീവിതത്തിൽ അവരെന്താ ചെയ്യുന്നത്? അവർ യേശു ക്രിസ്തുവിനെ ചുമക്കുകയാണ്. നമ്മളെയും തേടി വന്ന ആ ദൈവസ്നേഹത്തിൽ നമുക്ക് പുതിയ രക്ഷ നൽകി തന്ന് ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റി നീതിയുടെ അങ്കിയാൽ നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പൈതലെന്ന അഭിമാനം കൊണ്ട് ജീവിക്കുവാൻ നമ്മളെ സഹായിച്ച ദൈവത്തെ നാം ചുമക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്നുണ്ടോ? ഇന്ന് ഹോശാന സൺഡേയിൽ അനേകർ കുരുത്തോലകളേന്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹോശാന ഹോശാന എന്ന് പറയുമ്പോൾ അവരെ നോക്കി ദൈവം ചോദിക്കുക, കുരുത്തോല ഏന്തിപ്പിടിച്ച് നടക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും യേശുവിനെ ചുമക്കുന്നുണ്ടോ? യേശു നമ്മളിലുണ്ടോ? എന്നെ കാണുന്നവർ, എൻ്റെ പ്രവൃത്തി കാണുന്നവർ, എന്നെ കാണുന്നവർ യേശുവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ ഭാരം അതായിരുന്നു. കാരണം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർ നഗരത്തെ കണ്ടു കരഞ്ഞെന്ന്. ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടും പേര് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നമ്മളെ കണ്ട ക്രിസ്തു കരയുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിലൊരു മാറ്റമുണ്ടായി യേശുവിനെ ചുമക്കുന്ന പൈതലായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതാണ് യഥാർത്ഥ ഹോശാന.